സംസ്ഥാനത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മുൻവർഷത്തേക്കാൾ പക്ഷേ വിജയശതമാനത്തിൽ നേരിയ വർധന മാത്രമേ ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2,90,398 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. റെഗുലർ സ്കൂൾ ഗോയിങ് 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ജൂൺ 29 മുതൽ ജൂലൈ 20 വരെ സേ പരീക്ഷകൾ നടത്തും. ഈ മാസം 30-നകം പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എസ് വിനേഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. വിനേഷ്, ഇന്നത്തെ പരീക്ഷാഫലം, പ്ലസ് ടു പരീക്ഷാഫലം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അത് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? GK പ്ലസ് ടു പരീക്ഷാ ഫലത്തിലും പെൺകുട്ടികളുടെ ഒരു കുത്തക തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. കാരണം മൊത്തം 1990 സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയതിൽ 3,72,423 പേർ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 1,92,751 പേരും പെൺകുട്ടികളാണുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. ഒപ്പം തന്നെ ആൺകുട്ടികൾ 1,67,475, അതായത് മൊത്തം 77.97% ഇത്തവണ വിജയശതമാനമുള്ളത്. അതായത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ ഇത്രയാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ ഒരു മുന്നേറ്റം തന്നെ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ നിന്നാണെങ്കിൽ പോലും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 1,51,851 പേരിൽ 1,50,604 പേരും, അതായത് 82.82% എയ്ഡഡ് മേഖലയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി സതീശൻ സർക്കാരിലെ ആദ്യത്തെ ഒരു ഫലപ്രഖ്യാപനമാണ്, പ്ലസ് ടു ഫലപ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാവട്ടെ അതിലും ഇത്തവണ പെൺകുട്ടികളുടെ ഒരു കുത്തക തന്നെയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 25,259 പേർ പരീക്ഷ എഴുതിയപ്പോൾ 18,311 പേരാണ് യോഗ്യത നേടിയത്. അതായത് 72.49% സ്വകാര്യ സ്കൂളുകളിലെയും വിജയശതമാനം അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശരി വിനേഷ്, ഇപ്പോൾ മറ്റൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.